പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തിൻ്റെ ഉത്സവമെന്ന് വിശേഷിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആരവം അടങ്ങുന്നതേയുള്ളൂ. രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നത് ഈ ആഴ്ചയിലാണ്. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതോടെ നമ്മുടെ തെരഞ്ഞെടുപ്പിനോട് നമ്മുടെ ജനപ്രതിനിധികൾ പല രീതിയിൽ പ്രതികരിക്കുന്നത് കണ്ടു. ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചിലർ മുന്നോട്ട് വന്നു. ജനങ്ങളുടെ തീരുമാനം എളിമയോടെ അംഗീകരിക്കുന്നുവെന്ന് മറ്റു ചിലർ. ജനങ്ങളുടെ വിധി തീർപ്പ് എതിരായപ്പോൾ പോലും അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഏതാനും ചിലരെയും നമ്മൾ കണ്ടു. എന്തായാലും ജനാധിപത്യത്തിൽ ജനങ്ങൾ തന്നെയാണ് അധികാരി എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു 3 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം. 3 മുഖ്യമന്ത്രിമാർക്കാണ് അധികാരത്തിൻ്റെ ഇടനാഴികൾ വിട്ടൊഴിയേണ്ടതായി വന്നത്. ഇനി പുതിയ ജനപ്രതിനിധികളുടെ കടന്നുവരവാണ്. അവർ നിയമസഭകളിൽ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേൽക്കും. ഈ ജനപ്രതിനിധികൾ ഏറ്റുചൊല്ലുന്ന സത്യവാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭരണഘടനയെ സാക്ഷി നിർത്തി രാജ്യത്തെയും ജനങ്ങളെയും സേവിച്ചു കൊള്ളാമെന്ന് അവർ ഒരു ഉടമ്പടി എടുക്കുകയാണ്. ആ ഉടമ്പടി കളവോ കറയോ ഇല്ലാതെ പൂർത്തിയാക്കാൻ നമുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ ദൈവം തൻ്റെ ജനവുമായി നടത്തിയ ഒരു ഉടമ്പടിയെക്കുറിച്ചും ആ ഉടമ്പടിയുടെ സവിശേഷതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വായനകൾ നമ്മോട് സംസാരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ വായന വരുന്നത് നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം ദൈവം മനുഷ്യനുമായി നടത്തുന്ന ഉടമ്പടിയെക്കുറിച്ചും അതിൻ്റെ അടയാളം വാനിൽ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചുമാണല്ലോ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ ദൈവിക ചൈതന്യമുള്ള 2 മനുഷ്യർ തമ്മിലുള്ള ഉടമ്പടിയാണ് നമ്മൾ കാണുന്നത്. ഏലിയ പ്രവാചകൻ തൻ്റെ പിൻഗാമിയായ ഏലീഷായുമായി നടത്തുന്ന ഒരു കരാറാണ്. പുതിയ നിയമത്തിലെ 2 വായനകളും പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായനയും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായനയും ദൈവിക ഉടമ്പടിയുടെ പ്രത്യേകതകൾ വിവരിക്കുന്നവയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വരുന്നത് ബെത്സയിദയിലെ രോഗശാന്തിക്ക് ശേഷം നടക്കുന്ന ഈശോയുടെ പ്രഘോഷണമാണ്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. ഈശോ യഹൂദരുടെ തിരുനാളിന് ജെറുസലേമിലെത്തുന്നു. ബെത്സയിദ കുളക്കടവിൽ ദീർഘനാളുകൾ കിടപ്പിലായിരുന്ന രോഗിയെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. പക്ഷേ യഹൂദർ അവനെ ദ്വേഷിച്ചു. അവർ കണ്ടെത്തിയ കുറ്റം അവൻ സാബത്ത് അശുദ്ധമാക്കി എന്നതായിരുന്നു. അവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് ഈശോ പറയുന്ന മറുപടിയാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അവിടുന്ന് പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: ദൈവം മനുഷ്യനുമായി നടത്തിയ ഉടമ്പടി മനുഷ്യന്റെ ദുഷ്ചെയ്തികൾ മൂലം അവിടുന്ന് മറന്നിട്ടില്ല. ആ ഉടമ്പടിയിൽ അവിടുന്ന് ഇന്നും വിശ്വസ്തനാണ്. ആ ഉടമ്പടിയുടെ കാര്യകർത്താവായാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ ആഗതനായിരിക്കുന്നത്. ദൈവിക ഉടമ്പടിയോട് മനുഷ്യന്റെ പ്രതികരണം എന്ന് പറയുന്നത് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടിയുടെ 1-ാമത്തെ സവിശേഷത: അചഞ്ചലമായ വിശ്വസ്തത. പലപ്പോഴും ദൈവത്തിന് നൽകിയ വാഗ്ദാനം മനുഷ്യൻ മറന്നെങ്കിലും ദൈവം അത് മറന്നില്ല. ഏലീഷ പ്രവാചകന്മാരുടെ ജീവിതം പഠിപ്പിക്കുന്നത് ഈ ദൈവിക ഉടമ്പടിയുടെ 2-ാമത്തെ പ്രത്യേകതയാണ്. അത് ഈ ഉടമ്പടി ആലേഖനം ചെയ്യപ്പെടുന്നത് മനുഷ്യന്റെ ആത്മാവിലാണ് എന്നതാണ്, ബാഹ്യമായ കല്ലിലോ മരത്തിലോ അല്ല. ബാഹ്യപ്രകടനങ്ങളെക്കാൾ നമ്മുടെ ആന്തരിക ഭാവങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ പ്രാധാന്യം കൈവരുന്നു എന്ന് സാരം. എങ്കിലും ആദ്യം മുതൽക്കേ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യപ്രകൃതി ആരും മനസ്സിലാക്കിയില്ലെങ്കിലും സൃഷ്ടാവ് കൃത്യമായി അറിയുന്നുവെന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തെ അവിടുന്ന് വിലമതിക്കുന്നുവെന്നും പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. സ്നേഹിതനായ ദൈവത്തെ മറന്ന് ജഡത്തിന്റെ വ്യാപാരങ്ങളിലേക്ക് നീങ്ങുവാൻ മനുഷ്യൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങനെ ദൈവിക ഉടമ്പടിയിൽ നിന്നും നടന്നു നീങ്ങി ജഡിക കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനാൽ ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വൈമുഖ്യം നേരിടേണ്ടി വരുമെന്നാണ് പൗലോസ്ലീഹ റോമാക്കാരിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിൽ കയ്യടികൾക്കും പേരിനും പ്രശസ്തിക്കും അപ്പുറം തൻ്റെ വാക്കുകളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തെ, തന്നെ മറന്നാലും സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ് സുവിശേഷം. പ്രിയപ്പെട്ടവരെ,
ഒരുപാട് വാഗ്ദാനങ്ങളുടെ ആകെത്തുകയാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം. കുടുംബത്തിൽ, ജോലി സ്ഥലത്ത്, പൊതുസമൂഹത്തിലൊക്കെ ആ വാഗ്ദാനങ്ങളിൽ നമ്മുടെ വിശ്വസ്തത എത്രമാത്രമുണ്ടെന്ന് ഇന്നത്തെ വായനകൾ നമ്മോട് ചോദിക്കുന്നു. എന്നോട് മാന്യമായി പെരുമാറുന്നവരോട് മാത്രമേ ഞാനും മാന്യമായി പെരുമാറൂ എങ്കിൽ നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും വിശ്വസ്തനായ ദൈവം നമുക്ക് അപ്രാപ്യനായേക്കാം. ഉടമ്പടിയുടെ വഴി കഠിനമായതുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായതിനു ശേഷം പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല എന്ന് വിലപിക്കുന്നവർക്ക് പൗലോസ്ലീഹ പറയുന്നത് പോലെ വഴി മാറി നടക്കേണ്ട കാലമായെന്ന് ചുരുക്കം. വിശ്വസ്തതയുടെ ഉടമ്പടികളിലേക്ക് തിരിഞ്ഞു നടക്കാൻ ഈ വചനധ്യാനം ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.